അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരുടെ പട്ടികയെടുത്താൽ ജനതാ പാർട്ടി എന്നൊരു പേരേ കാണില്ല. പക്ഷേ ഇന്ത്യ ഭരിച്ചത് ജനതാ പാർട്ടിയുമാണ്. കോൺഗ്രസ് 187 സീറ്റിലേക്ക് കൂപ്പുകുത്തിയ തെരഞ്ഞെടുപ്പാണ്. ജനതാ പാർട്ടി 345 സീറ്റ് നേടി അധികാരത്തിലെത്തിയെന്നാണ് കണക്കുകൾ. പക്ഷേ ജയിച്ച സ്ഥാനാർത്ഥിമാരുടെ പട്ടികയെടുത്താൽ ജനതാ പാർട്ടി എന്ന പേരില്ല. അതിന് പ്രത്യേക കാരണമുണ്ട്. ജനതാ പാർട്ടി നിലവിൽ വന്നെങ്കിലും അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി മത്സരിച്ചത് സ്വന്തം പേരിലല്ല, BLD എന്ന പേരിലാണ്. BLD എന്നാൽ ഭാരതീയ ലോക്ദൾ. എല്ലാ സ്ഥാനാർത്ഥിമാർക്കും ചിഹ്നവും BLDയുടേതായിരുന്നു. അതാണ് നിലമുഴുന്ന കർഷകൻ. ജനതാ പാർട്ടിക്ക് രജിസ്ട്രേഷൻ കിട്ടിയെങ്കിലും ചിഹ്നം കിട്ടിയില്ല. ഈ സാഹചര്യത്തിൽ സ്വതന്ത്രന്മാരുടെ ചിഹ്നമാണ് കിട്ടുക. പല മണ്ഡലങ്ങളിലും പല ചിഹ്നമാകും. മാത്രമല്ല, സ്വതന്ത്രൻ എന്ന നിലയിൽ ജയിച്ചു വരുന്നവർ കൂറുമാറാനും സാധ്യതയുണ്ട്. ഇതൊഴിവാക്കാനാണ് ജനതാ പാർട്ടിയിൽ ലയിച്ച BLDയുടെ ചിഹ്നത്തിൽ എല്ലാവരും മത്സരിച്ചത്. കേരളത്തിൽ CPIM പിന്തുണച്ച KG മാരാർ മത്സരിച്ചതും BLD സ്ഥാനാർത്ഥിയായാണ്. കൂത്തുപറമ്പിൽ CPIM സ്ഥാനാർത്ഥിയായിരുന്ന പിണറായി വിജയനെ പിന്തുണച്ചതും ഇതേ BLD ആണ്.